നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണ്ണുത്തി കാർഷിക സർവകലാശാലയിലെ സെമസ്റ്റർ ഫീസ് കുത്തനെ ഉയർത്തി. നടപടി സർവകലാശാലയിലെ ധനപ്രതിസന്ധി മറികടക്കാനെന്ന് ആരോപണം. വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് സർവകലാശാല എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്ത് മാത്രമേ ഫീസ് വർധന എന്ന കരാർ ലംഘിക്കപ്പെട്ടു എന്നും ആക്ഷേപം. എഴുപതാം വയസ്സിലും സ്വർണ്ണത്തിളക്കവുമായി ഹംസ കൂറ്റനാട്. റൈഫിൾ അസോസിയേഷൻ പാലക്കാട് ജില്ലാ ഷൂട്ടിംഗ് മത്സരത്തിൽ ഹംസ നേടിയത് 5 ഗോൾഡ് മെഡലുകൾ. ഗോൾഡ് മെഡലുകൾ നേടി നാടിന്റെ അഭിമാനമായത് റൈഫിൾ പോയിന്റ് 50 മീറ്ററിലും പിസ്റ്റൽ പോയിന്റ് 25 മീറ്ററിലും ഒന്നാമതായതോടെ. നാടെങ്ങും നബിദിന ആഘോഷങ്ങൾ. വിവിധ പരിപാടികളിലും റാലികളിലും അണിനിരന്ന് ആയിരങ്ങൾ. വൃക്ഷത്തൈകൾ നട്ട് നബിദിനാഘോഷങ്ങൾ. മതസൗഹാർദ്ദത്തിന്റെ വേദികളായി പള്ളിയങ്കണങ്ങൾ. കല്ലൂർ ബാലന്റെ സ്മരണയിൽ കാട്ടിലെ വാനരന്മാർക്ക് ഓണസദ്യയൊരുക്കി ബാലന്റെ മക്കൾ. വിവിധ മേഖലകളിൽ ഓണാഘോഷ പരിപാടികൾ തുടരുന്നു. വാർത്തകൾ വിശദമായി. തൃശൂർ മണ്ണുത്തി കാർഷിക സർവകലാശാലയിലെ സെമസ്റ്റർ ഫീസ് കുത്തനെ ഉയർത്തി. കാർഷിക സർവകലാശാലയിലെ ധനപ്രതിസന്ധി മറികടക്കുന്നതിനായി വിദ്യാർത്ഥികൾക്ക് മുകളിൽ ഭാരം അടിച്ചേൽപ്പിച്ച് സർവകലാശാല എന്ന് ആരോപണം. വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് സർവകലാശാല എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്ത് മാത്രമേ ഫീസ് വർദ്ധിപ്പിക്കൂ എന്ന ഉറപ്പാണ് ലംഘിക്കപ്പെട്ടത് എന്നും കുറ്റപ്പെടുത്തൽ. 70-ാം വയസ്സിലും സ്വർണ്ണത്തിളക്കവുമായി PV ഹംസ കൂറ്റനാട്. റൈഫിൾ അസോസിയേഷൻ പാലക്കാട് ജില്ലാ ഷൂട്ടിംഗ് മത്സരത്തിലാണ് കൂറ്റനാട് സ്വദേശിയായ ഹംസ 5 ഗോൾഡ് മെഡൽ നേടിയത്. റൈഫിൾ പോയിന്റ് 50 മീറ്ററിലും പിസ്റ്റൾ പോയിന്റ് 25 മീറ്ററിലുമാണ് ഹംസ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കി നാടിന്റെ അഭിമാനമായത്. റൈഫിൾ പോയിന്റ് 2.2, പിസ്റ്റളിൽ പോയിന്റ് 2.2 എന്നിവയിലാണ് ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയത്. കൂടാതെ കാഞ്ഞങ്ങാട് വെച്ച് നടന്ന 57ാമത് കേരള സംസ്ഥാനതല ഷൂട്ടിംഗ് മത്സരത്തിൽ 2 ഗോൾഡ് മെഡലും ഹംസ നേടി. ഹംസ കൂറ്റനാടിനെ പറളി കിണാവലൂർ വിക്ടറി ഹോഴ്സ് ക്ലബ്ബ് ആദരിച്ചു. ക്ലബ്ബ് ചെയർമാൻ MK മുകേഷ് ഉപഹാരം നൽകി. ഷൂട്ടിംഗ് ചാമ്പ്യനും അപ്പുറം നല്ലൊരു നടൻ കൂടിയാണ് ഹംസ. സ്റ്റേറ്റ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് കാഞ്ഞങ്ങാടിൽ വെച്ച് നടന്നിരുന്നു. അതിൽ നമ്മുടെ PV ഹംസക്ക മാസ്റ്റേഴ്സിൽ നിരവധി മെഡൽ നേടിയിരിക്കുകയാണ്. അതിൽ വളരെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തതിന് നമ്മളെല്ലാവരും ആദരിക്കുകയാണ്. ഇനി നല്ല രീതിയിലുള്ള വലിയ കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കാൻ എലിജിബിൾ ആയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. നബിദിനാഘോഷങ്ങളുടെ ഭാഗമായി മങ്കര ഇറാൻ ഗ്രൂപ്പും പത്തിരിപ്പാല ടൗൺ ജുമാ മസ്ജിദ് മഹല്ല് കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ പള്ളിമുറ്റത്ത് ഫലവൃക്ഷ തൈകൾ നട്ടു. മഹല്ല് പ്രസിഡന്റ് CM ബഷീർ ഉദ്ഘാടനം ചെയ്തു. AVM ബഷീർ അധ്യക്ഷത വഹിച്ചു. ജാബിർ ഫൈസി മുഖ്യപ്രഭാഷണം നടത്തി. ഷംസുദ്ദീൻ മാങ്കുറിശി, ജബ്ബാർ മങ്കര, KA ഷറഫുദ്ദീൻ, KA അൻവർ, KV ബഷീർ, KH റഹീം, TA അസീസ്, കല്ലൂർ രവി എന്നിവർ സംസാരിച്ചു. വൃക്ഷങ്ങൾ അറിയിക്കുകയാണ്. മറ്റൊന്ന് ഇതുപോലെ പല ഭാഗങ്ങളിലും ഇറാം ഗ്രൂപ്പിന്റെ ഹരിതവനം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് പള്ളിമുറ്റത്തെ 75 ഫലവൃക്ഷ തൈകൾ നടുന്നത്. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. പൈങ്കുളം റോഡ് 1-ാം മൈൽ നുസ്രത്തുൽ ഇസ്ലാം മദ്രസ മസ്ജിദിൽ നബിദിന ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇതര മതസ്ഥർ അടക്കം നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു. നിരവധി പേർ സാക്ഷികളായി. രാവിലെ സുബഹ് നമസ്കാരത്തിനു ശേഷം മൗലൂദ് പാരായണവും തുടർന്ന് മഹല്ല് വൈസ് പ്രസിഡന്റ് ഹംസ പുറക്കോട്ടിൽ പതാക ഉയർത്തി. പള്ളി ഖത്തീബ് അബ്ദുറഹ്മാൻ അസ്ഹരി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. നബിദിന സന്ദേശം നൽകി. മദ്രസ അധ്യാപകൻ റാഷിദ് സഹദി, പള്ളി ജനറൽ സെക്രട്ടറി അബ്ദുൽ ഖാദർ ഹാജി, ട്രഷറർ അബൂബക്കർ സിദ്ദിഖ്, മറ്റു ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ദഫ്മുട്ട്, ഫ്ലവർ ഷോ എന്നിവ നടന്നു. നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ നബിദിന സന്ദേശ റാലി പൈങ്കുളം സ്കൂൾ പരിസരത്ത് എത്തി. തുടർന്ന് മേച്ചരിക്കുന്ന് ഭാഗത്ത് പോയി തിരിച്ച് പള്ളി അങ്കണത്തിൽ എത്തിച്ചേർന്നു.
വഴിനീളെ സ്ത്രീകളും പുരുഷന്മാരുമടക്കം ജാതിമത ഭേദമന്യേ നിരവധി ആളുകളാണ് ആഘോഷങ്ങൾ കാണാനായി എത്തിയത്. ഉച്ചയ്ക്ക് അന്നദാനവും വൈകിട്ട് അതിഗംഭീരമായ കലാപരിപാടികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മുഹമ്മദ് നബിയുടെ 1500ാമത് ജന്മദിനാഘോഷം മണ്ണൂർ മേഖലയിലെ വിവിധ പള്ളികളിൽ ആഘോഷിച്ചു. ആഘോഷ പരിപാടികളിൽ നിരവധി പേർ പങ്കെടുത്തു. മണ്ണൂർ തെരുവ് മസ്ജിദ്, പടിപ്പുരക്കാട് മസ്ജിദ്, കൊട്ടക്കുന്ന് ജുമാ മസ്ജിദ്, പത്തിരിപ്പാല ടൗൺ മസ്ജിദ് എന്നിവിടങ്ങളിലും നബിദിന റാലികൾ സംഘടിപ്പിച്ചു. റാലികൾ കൊട്ടക്കുന്ന് പള്ളിയിലെത്തി മടങ്ങി. കുട്ടികളുടെ കലാപരിപാടികളും സലാത്ത് എന്നിവയും റാലിയിൽ അകമ്പടിയായി. يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم. മഹല്ല് നിവാസികളും മദ്രസ വിദ്യാർത്ഥികളും പങ്കെടുത്തു. മിഠായി വിതരണവും ഉണ്ടായിരുന്നു. ശീതളപാനീയങ്ങളും വിതരണം ചെയ്തു. മണ്ണൂർ കൊട്ടക്കുന്ന് ജുമാ മസ്ജിദിൽ മഹല്ല് പ്രസിഡന്റ് KP മൊയ്തീൻകുട്ടി പതാക ഉയർത്തി. മഹല്ല് ഖത്തീബ് മുഖ്യപ്രഭാഷണം നടത്തി. സെക്രട്ടറി അബ്ദുൽ ഹക്കീം സ്വാഗതം പറഞ്ഞു. മറ്റു മഹല്ല് ഭാരവാഹികളും പങ്കെടുത്തു. പരിപാടി കഴിയുന്നതുവരെ എല്ലാവരും അതിനോട് കൂടെ ഉണ്ടാകണം, സഹകരണം ഉണ്ടാകണം എന്ന് ആവശ്യപ്പെടുകയാണ്. വർഷത്തിലൊരിക്കൽ നമ്മളെ നടത്തപ്പെടുന്ന ഈ പരിപാടി അലങ്കാരമാവാതെ എല്ലാവരും അത് കഴിയുന്നതുവരെ, നമ്മൾ കൂടുതൽ ആളുകളൊന്നും ഇല്ലല്ലോ, വളരെ ചെറിയൊരു മഹല്ലാണ്. അപ്പൊ അതിൻ്റെതായ ഒരു ഭംഗി നമ്മൾ ആ ബാനറിന് മുമ്പിൽ. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പെരിങ്ങോട്ടുകുറിശി ദാറുൽ അൻവാർ അക്കാദമി മിലാദ് ക്യാമ്പയിൻ്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. മുഹമ്മദ് അൽ ഹസനി പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു. സുഫ്രത്തുൽ മീലാദ് പ്രോഗ്രാം പ്രൗഢമായി. അൽ വിസാൽ മീലാദ് ക്യാമ്പയിനിൻ്റെ ഭാഗമായി നാട്ടുമൗലീദ്, നബി സ്നേഹ റാലി, മഹബ ടോക്ക്, പ്രഭാത മൗലീദ് എന്നിവ സംഘടിപ്പിച്ചു. മുഹമ്മദ് അൽ ഹസനി പള്ളിപ്പുറം ഉദ്ഘാടനം ചെയ്തു. അബ്ദുറഹ്മാൻ അൽ ഹസനി അധ്യക്ഷത വഹിച്ചു. നിയാസ് സഖാഫി മണ്ണാർക്കാട്, ഷക്കീർ അൽ ഹസനി കല്ലേക്കാട്, ഷഹീദ് സഖാഫി കോട്ടയ്ക്കൽ, മുനീബ് അബ്ദുൽ ഹക്കീം നൂറാനി കരിങ്കപ്പാറ, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷിഹാബ് സഖാഫി തത്തമംഗലം എന്നിവർ സംസാരിച്ചു. ഭക്ഷണ വിതരണത്തിന് അൽത്താഫ് വളാഞ്ചേരി, മുഹമ്മദ് ആലത്തൂർ, ഹസൻ ഹുസൻ തിരുവല്ലോമല, മുർസൽ പെരിങ്ങോട്ടുകുറിശി, അഷ്കർ തെരുവത്ത് എന്നിവർ നേതൃത്വം നൽകി. പാലക്കാട് നഗരത്തിലെ നിരവധി അശരണർക്ക് ഭക്ഷണം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ചേലക്കരയിൽ യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. പുലാക്കോട് വില്ലേജിലെ നമ്പ്യാത്തുകുന്ന് സ്വദേശിയായ PV പ്രജീഷിനെയാണ് കഴിഞ്ഞ ദിവസം മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുവോണ ദിനത്തിൽ ഉച്ചയ്ക്ക് 12 മണിക്കും രാത്രി 8 മണിവരെയും കൂട്ടുകാരോടൊപ്പം കണ്ടവരുണ്ട്. അതിനുശേഷമാണ് മരണം നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം. മരിച്ച പ്രജീഷിന്റെ ഭാര്യ സഹോദരൻ രവിയാണ് മൃതദേഹം ആദ്യം കണ്ടത്. തുടർന്ന് ചേലക്കര പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. സ്ഥലത്തെത്തിയ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകുകയുള്ളൂ എന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കാട്ടിലെ വാനരന്മാർക്ക് ഓണസദ്യയൊരുക്കി പരിസ്ഥിതി പ്രവർത്തകനായിരുന്ന കല്ലൂർ ബാലന്റെ മക്കൾ. എല്ലാ വർഷവും കല്ലൂർ ബാലൻ വാനരന്മാർക്ക് ഓണസദ്യ നൽകിയിരുന്നു. പതിവ് തെറ്റിക്കാതെ ഈ വർഷവും വാനരന്മാർക്കായി ഓണസദ്യയൊരുക്കി ബാലന്റെ മക്കൾ. തേനൂർ മൂച്ചിരി റോഡിന് സമീപം അയ്യർമലയിലെ വാനരപ്പടയ്ക്കാണ് സദ്യ വിളമ്പിയത്. ഉച്ചത്തിൽ ആർപ്പ് വിളിച്ചതോടെ സദ്യ ഉണ്ണാനെത്തിയ 200-ലേറെ വാനരന്മാർ സദ്യ കഴിക്കാനെത്തി. പായസം, പപ്പടം, പച്ചക്കറി എല്ലാം കുരങ്ങന്മാർക്ക് കുശാലായി. ആദ്യമൊക്കെ വരാൻ മടിച്ചെങ്കിലും പിന്നീട് നിരവധി കുരങ്ങന്മാർ ഓണസദ്യ കഴിച്ചു മടങ്ങി. മരണപ്പെട്ട കല്ലൂർ ബാലന്റെ ഓർമ്മയ്ക്കായിരുന്നു ഓണസദ്യ ഒരുക്കിയത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മങ്കര കല്ലൂർ തെക്കുമുറി ഭരതക്കാട് വേലാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 100 കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു. പ്രശസ്ത ഗിറ്റാറിസ്റ്റ് പ്രത്യൂസ് മാസ്റ്റർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. വാർഡംഗം രതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യവകുപ്പിൽ ജോലി ലഭിച്ച ശ്രീരാഗിനെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ഷിജു, ശ്രീരാഗ്, BV പ്രജിത്ത്, ശരത് ബാബു, സംജു, BA പ്രവീൺ എന്നിവർ സംസാരിച്ചു.
നാട്ടിലുള്ള ഈ വേലാഘോഷ കമ്മിറ്റി കേവലം ഈ പ്രവർത്തനങ്ങളിൽ ഒതുങ്ങി നിൽക്കില്ല എന്നറിയാം. കാരണം ഇപ്പോൾ 3 വർഷം കൊണ്ട് ഈ ലെവലിലേക്ക് എത്തി. ഇത് മുന്നോട്ട് പോകുമെന്നറിയാം. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. രക്തദാനം, ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യവും വളരെ സീരിയസ് ആയിട്ട് തന്നെ ഒരു അജണ്ടയിൽ വെച്ച് അത് മുന്നോട്ട് കൊണ്ടുപോവുക. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി, പാലക്കാട് നിന്ന് തിരുവനന്തപുരത്തേക്ക് അമൃത എക്സ്പ്രസ് ഉണ്ട്, അറിയാലോ അല്ലേ? അമൃത ട്രെയിനുണ്ട്. അതിന് പോകുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒന്ന് എടുത്താൽ മതി. എത്ര പേര് RCCയിലേക്ക് പോകുന്നുണ്ട് എന്ന് വെറുതെ ഒരു ഡീറ്റെയിൽസ് എടുത്താൽ നമുക്കറിയാം. കോട്ടായി കോഴിയോട് ബോയ്സിന്റെ ഓണാഘോഷ പരിപാടികൾ ശ്രദ്ധേയമായി. പ്രായഭേദമന്യേ ഓണക്കളികൾക്കും മറ്റും നിരവധി പേർ പങ്കെടുത്തു. ഉറിയടി, വടംവലി, സുന്ദരിക്ക പൊട്ടുതൊടൽ, കുപ്പിയിൽ വെള്ളം നിറയ്ക്കൽ, കസേരക്കളി തുടങ്ങി വിവിധ മത്സര പരിപാടികൾ സംഘടിപ്പിച്ചു. വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കോഴിയോട് ബോയ്സിന്റെ ഭാരവാഹികളായ രാജു, നിധീഷ്, സുമേഷ്, മനു, രാകേഷ്, സുനിൽ, രാജേഷ്, സുജു, രാംജിത്ത്, ശശി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണുത്തി കാർഷിക സർവകലാശാലയിലെ സെമസ്റ്റർ ഫീസ് കുത്തനെ ഉയർത്തി. നടപടി സർവകലാശാലയിലെ ധനപ്രതിസന്ധി മറികടക്കാനെന്ന് ആരോപണം. വിദ്യാർത്ഥി സമരത്തെ തുടർന്ന് സർവകലാശാല എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്ത് മാത്രമേ ഫീസ് വർധന എന്ന കരാർ ലംഘിക്കപ്പെട്ടു എന്നും ആക്ഷേപം. എഴുപതാം വയസ്സിലും സ്വർണ്ണ തിളക്കവുമായി ഹംസ കൂറ്റനാട്. റൈഫിൾ അസോസിയേഷൻ പാലക്കാട് ജില്ലാ ഷൂട്ടിംഗ് മത്സരത്തിൽ ഹംസ നേടിയത് 5 ഗോൾഡ് മെഡലുകൾ. ഗോൾഡ് മെഡലുകൾ നേടി നാടിന്റെ അഭിമാനമായത് റൈഫിൾ പോയിന്റ് 50 മീറ്ററിലും പിസ്റ്റൽ പോയിന്റ് 25 മീറ്ററിലും ഒന്നാമതായതോടെ. നാടെങ്ങും നബിദിന ആഘോഷങ്ങൾ. വിവിധ പരിപാടികളിലും റാലികളിലും അണിനിരന്ന് ആയിരങ്ങൾ. വൃക്ഷത്തൈകൾ നട്ട് നബിദിനാഘോഷങ്ങൾ. മതസൗഹാർദ്ദത്തിന്റെ വേദികളായി പള്ളിയങ്കണങ്ങൾ. കല്ലൂർ ബാലന്റെ സ്മരണയിൽ കാട്ടിലെ വാനരന്മാർക്ക് ഓണസദ്യയൊരുക്കി ബാലന്റെ മക്കൾ. വിവിധ മേഖലകളിൽ ഓണാഘോഷ പരിപാടികൾ തുടരുന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.